എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വരുന്ന മെയ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Pentacles, Eight of Pentacles, King of Wands, Moon card, Chariot, Six of Pentacles. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സാധ്യമാകുന്നു. അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, അതായത് ഒരുമിച്ച് ഒരു ടീം വർക്കാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതുവരെ നിങ്ങളെ സംബന്ധിച്ചൊരു ദുസ്വപ്നമായിരുന്നൊരു കാര്യം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സന്തോഷമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ മറ്റാരെങ്കിലും. ആ ഒരു വ്യക്തി ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും നടത്തിയിട്ടുണ്ടാവും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വ്യക്തി ശരിക്കും ആ ഒരു വളരെ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നത് ആ ഒരു വ്യക്തിയോട് ഒരു ഈർഷ്യയായിരിക്കാം. കാരണം ആ വ്യക്തിയുടെ ഈ ഒരു രീതികൾ ചിലപ്പോ നിങ്ങളോട് മനഃപൂർവ്വം ദേഷ്യമുള്ളത് കൊണ്ട് ചെയ്തതാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നിരിക്കാം. ആ വ്യക്തി ഒരു പക്ഷെ നിങ്ങൾക്കൊരു ദുസ്വപ്നമായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ആ വ്യക്തിയുടെ രീതികൾ മാത്രമാണ് അങ്ങനെ, അല്ലെങ്കിൽ സംസാരത്തിൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത വർക്ക് ആ വ്യക്തി അപ്രീഷിയേറ്റ് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബോസ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രമോഷനോ ശമ്പള വർധനവോ ഒക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം, ഇൻസെന്റീവ്സ്, ബോണസ് ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മാസം ഒരു നമ്മൾ പറയില്ലേ, വെളിപാടിന്റെ ഒരു പുസ്തകമാണ് എന്ന് പറയുന്ന പോലെ വെളിപാടിന്റെ ആ ഒരു സമയമാണ്. കാരണം ചില ആളുകൾ അവർ വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് സംസാരിക്കും, പഞ്ചസാര പുരട്ടി സംസാരമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന, ഭൂരിഭാഗമുള്ള ആളുകൾ ചിന്തിക്കുന്ന ലെവല് സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്ന വ്യക്തികളുടെ മനസ്സിലും സ്വീറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ, മറിച്ച് കുറച്ച് ഹാർഷായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും ശരിക്കും നിങ്ങൾക്ക് പ്രയോജനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതോ പ്രയോജനം ഉണ്ടാകുന്ന ഒരു വ്യക്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ഈ പറയുന്ന അല്ലെങ്കിൽ പല ആളുകളെ നിങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഹൂസ് വർത്ത് ഇറ്റ് എന്നുള്ളതാണ് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള പുറത്ത് കാണുന്നത് തന്നെയാണ് അകത്തും എന്നുള്ള ചിന്തയിൽ മാറ്റം വരുന്നുണ്ട്. ആളുകളെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്, ഇതോടുകൂടി നിങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും ഇവിടെ പറയില്ല. കാരണം ഈ ഒരു സമയത്ത് ഇന്ന വ്യക്തി ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും വീണ്ടും മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇത് തന്നെയാണ്, കാരണം നിങ്ങളുടെ ഒരു രീതി ഇത് തന്നെയാണ്, നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി ഉള്ളിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഈ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കിയെങ്കിലും എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതല്ല, വീണ്ടും പഴയപടി തന്നെയാണ് തുടരുക. സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ആളുകളെ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം വളരെയധികം സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന മാസമാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള ഫലം ലഭിക്കുന്നുണ്ട്. ബിസിനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പുതിയ പ്രോജക്റ്റ് പാസ്സാവുന്നുണ്ട്, പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളത്. കോൺട്രാക്ട് ബിസിനസ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ, അങ്ങനെ പലതും, ഏത് ബിസിനസ്സിലായാലും ബിസിനസ്സിൽ കിട്ടാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നു. ഇപ്പോൾ ജോലിയിലാണെങ്കിലും പ്രമോഷനും ശമ്പള വർധനവും അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നേറുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ കിങ് ഓഫ് വോൺസ് ആൻഡ് മൂൺ എനർജിയാണ്.
നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് രണ്ട് തരത്തില് ടൂ സൈഡഡ് ആയിരിക്കും നിങ്ങൾ പലപ്പോഴും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ആയിരിക്കും എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോടൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ടാവും. അത് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കും, ഒരു വലിയൊരു ബേർഡൻ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങളത് ചെയ്തു കൊടുക്കുന്നു. കാരണം ആ ഒരു വ്യക്തി ഒത്തിരി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും സാഹചര്യവശാൽ എന്നുള്ള രീതിയൊക്കെ കൊണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ ഉള്ളില് ആ വ്യക്തിയുടെ ഒരു കടമയുണ്ടല്ലോ, ഇങ്ങനെ സഹായിച്ച വ്യക്തി എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ എടുത്താൽ പൊങ്ങാത്തത് എടുക്കാതിരിക്കുക. ഇപ്പൊ ആര് തന്നെ ആയാലും ആ ഒരു വ്യക്തിക്ക് മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ആ അവസ്ഥയെ മറികടന്നിട്ടും എങ്ങനെയെങ്കിലും ചില ആളുകൾ പറയാറുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ കൺസൾട്ടേഷന്റെ സമയത്താണെങ്കിൽ ചില ആളുകൾ പറയും എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കുക എന്ന് പറയും. ഇല്ലാത്ത സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് കാരണം ഇന്ന കാര്യങ്ങൾക്ക് ഇന്നത് എന്നുള്ളത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓർഗനൈസ്ഡ് ആയിരിക്കും. അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച്, അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാത്ത ചില ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അവരോട് പറയാൻ നോ, ഇത് കാരണം ഇത് തീരെ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് അവരോട് പറയാം. പക്ഷെ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ആണെങ്കിലും ആ ഒരു വ്യക്തി മനസ്സിലാക്കാനും മനസ്സിലാക്കാതിരിക്കാനും ഉള്ള സാഹചര്യം ഉണ്ട്, നിങ്ങൾ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വ്യക്തി അത് മനസ്സിലാക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങളുടെ എഫേർട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇതായിട്ട് എടുക്കുകയും നിങ്ങളോട് അതിനുശേഷം മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ജീവിതത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അത്. അപ്പൊ അത് നിങ്ങളത് മനസ്സിലാക്കേണ്ടുന്ന അനിവാര്യതയാണ്. ഒരു പരിധി വരെയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്, അതായത് നിങ്ങൾക്ക് തിരക്കാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ഓക്കെ, അതേപോലെ ചെറിയ എനർജിയാണ്, അതോടൊപ്പം തന്നെ 6 of Pentacles എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നല്ല സമയമാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒത്തിരി നല്ല സമയം, അതായത് നിങ്ങൾക്ക് ക്വാളിറ്റി ടൈം കുടുംബത്തോടൊപ്പം ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നുണ്ട്. അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോകാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ചില നിങ്ങളുടെ ബാലിശമായിട്ടുള്ള ചില വാശികളൊക്കെ കുട്ടികളുടെ ഭാഗത്തു നിന്നും കാണാം. അതൊന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ കെയർലെസ് ആയിട്ടുള്ള ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ കുറച്ച് കെയർലെസ് ആണ് എങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിച്ചോളാം. കാരണം കെയർലെസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ വളരെ മുന്നിലായിട്ട് തന്നെയാണ് കാണിക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും പലതും ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രം. പിന്നെ ഈ ഒരു മാസം കാറ് വാങ്ങിക്കാനുള്ള സാഹചര്യമുണ്ട്. സ്വന്തമായിട്ട് കാർ എന്നുള്ളൊരു സ്വപ്നം ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായിട്ട് കാർ വാങ്ങിക്കുന്നതിന്റെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എനർജിയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല പോസിറ്റിവിറ്റിയും കാണിക്കുന്നുണ്ട്. അപ്പോ പിന്നെ എന്തെങ്കിലും ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ അനാഥാലയങ്ങൾക്ക്, യത്തീംഖാനകൾക്ക്, ഓർഫനേജസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ സഹായം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സഹായം എന്ന് പറഞ്ഞപ്പോഴും പൈസയായിട്ട് തന്നെ ആയിരിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായമായിരിക്കാം ചെയ്യേണ്ടുന്നത്. കാരണം ഇവിടെ കുറച്ച് ചില വൃദ്ധസദനങ്ങളെ സംബന്ധിച്ച് ആളുകൾ ഭക്ഷണം കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഭക്ഷണത്തിന്റെ അപ്പുറത്തേക്കും ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരോട് ചേർന്ന് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ ഒരാൾ എന്നുള്ളതായിരിക്കും അവർ ചിലപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാരണം ആ ഒരു പ്രായത്തിൽ അത്രയും ഭക്ഷണം പട്ടിണി ഇടാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത്ര വലിയ ഭക്ഷണത്തോടൊന്നും എല്ലാവർക്കുമല്ല, കുറച്ച് ആളുകൾക്കെങ്കിലും അതിനേക്കാൾ കൂടുതൽ താല്പര്യം കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആരെങ്കിലും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാം. നോക്കിയും കണ്ടും ആർക്ക് എന്താണ് വേണ്ടത് അവർക്ക് അതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടെങ്കിലും പ്രായമായിട്ടുള്ള മാതാപിതാക്കളാണെങ്കിൽ അവർക്ക് വേണ്ടുന്നത് നിങ്ങളുടെ സമയമാണ്, അല്ലാതെ പൈസയല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. കാരണം എല്ലാ മാതാപിതാക്കളും ഒരുപോലെയല്ല.
അപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം ചില കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.